ഹലോ, വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഇതൊരു കുക്കർ കപ്സയാണ്. ഇത് മോൻ പോർച്ചുഗലാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെയ്തിട്ട് അയച്ചിരുന്ന വീഡിയോയാണിത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇത് കുറച്ച് നമുക്ക് ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ അത് ബോയിൽ ചെയ്തെടുക്കണം. പെപ്പറും സോൾട്ടും വിനീഗറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റോക്ക് മാറ്റുന്നുണ്ട്. ഇതൊരു സ്റ്റെയിനറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ഫ്രൈ ചെയ്തിടണം. ഒരു മീഡിയം ലെവലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ചൂടായിട്ടുള്ള ഓയിലിൽ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതിനകത്ത് ഗരം മസാല, ചില്ലി പൗഡർ, പിന്നെ പെപ്പർ പൗഡർ, ഇതെല്ലാം നമുക്ക് എന്തോരം എരിവ് വേണോ അതനുസരിച്ച് നമുക്കത് അത്രയൊക്കെ കൂട്ടി ഉറക്കുകയോ ചെയ്യാം. അല്പം ഉപ്പും ചേർത്തിട്ട് നേരിയ ചൂടുള്ള ഒരു ഓയിലായിരിക്കണം കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ വേവിച്ചിട്ടുള്ള ചിക്കനെല്ലാം അതിനകത്തേക്ക് എടുത്തിടുക. എന്നിട്ട് ഒരു മീഡിയം ലെവലിൽ നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് റെഡിയായി കഴിയുമ്പോൾ മറുഭാഗത്തേക്ക് കൂടെ മറിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് നേരം നമുക്കത് മൂടി വെക്കാം. കാരണം അതിൻ്റെ ഉള്ളെല്ലാം ഒന്ന് ശരിക്കൊന്ന് വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗീ ഒരു കുക്കർ കപ്സയാണല്ലോ വെക്കുന്നത്. 2 സ്പൂൺ ഗീ ഇടുന്നുണ്ട്. അതിനകത്തേക്ക് ഏലക്കായും ബേ ലീഫും പട്ടയും കരാമ്പും ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ചൂടായ ശേഷം ഒരു മീഡിയം വലിപ്പമുള്ളൊരു സവോള അതിനകത്ത് സ്ലൈസ് ചെയ്തിരുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കുക. പ്രത്യേകം പറയണത് ഇവിടുത്തെ ടെമ്പറേച്ചർ അല്ല, അവിടുത്തെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. നല്ല തണുപ്പാണ്. അതുകൊണ്ട് കുറച്ചധികം ടൈം വേണ്ടി വരും ഒന്ന് കുക്കാവാനായിട്ട്. ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഗരം മസാല. നമ്മളുടെ ഇഷ്ടത്തിന് വേണോട്ട് ഇതെല്ലാം ചേർക്കാനായിട്ട്. എരിവ് എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയും ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ശരിക്കും തക്കാളിയൊക്കെ ഇതിനകത്ത് വെന്ത് ചേരണം. എന്നും പറയുമ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. അതായത് 2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ 2 കപ്പ് അരി കഴുകി ഉണക്കി സ്റ്റെയിനറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമായിട്ട് ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് പാകത്തിന് അരി ഇടാം. ഏത് പാത്രത്തിലാണോ അരി എടുക്കണം അതിൻ്റെ ഇരട്ടിക്ക് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിതിന് 10 മിനിറ്റ്സിൽ നമുക്കിത് വിസിൽ വരും. പക്ഷേ അവിടെ 30 മിനിറ്റ്സ് ആണ്. അതായത് 30 മിനിറ്റ്സ് അത്രയും നേരം കുക്കാവണേണ്. ഇതിനകത്തൊരല്പം ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതായത് 30 മിനിറ്റ്സ് കുക്കാവുമ്പോൾ അപ്പോൾ അത്ര വിസിൽ പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും അത് ഓഫ് ചെയ്യാം. ആവശ്യത്തിന് 3-4 ഗ്രീൻ ചില്ലി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അത്യാവശ്യം 4 ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ഇടുന്നുണ്ട് ഇതിനകത്ത്. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. അതായത് വിസിൽ പുറത്തേക്ക് വരേണ്ട, അതിന് മുന്നേ ഇതൊന്ന് ഓഫ് ചെയ്യണം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലിപ്പോൾ നമ്മൾ ഈ ബിരിയാണി നെയ്ച്ചോറ് എന്തുണ്ടാക്കുകയാണെങ്കിലും 10 മിനിറ്റിനുള്ളിൽ ശരിയാവും. കാരണം ഈ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇത് അരമണിക്കൂർ വെക്കുകയും വേണം. പക്ഷേ വിസിലോട്ട് പുറത്തേക്ക് വരാനും പാടില്ല. ഞാൻ തണുത്ത ശേഷം അത് തുറന്ന് നമുക്ക് ചോർന്ന് സെറ്റായാൽ നോക്കാം. നമുക്കെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണ പോലെയാണ് പറഞ്ഞു പോണത്. ഓക്കെ, ചോറെല്ലാം ലെവലായിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം കാണാനും കൊള്ളാവുന്ന ചോറ് തന്നെയാണ്. ആ ചോറൊന്ന് ശരിക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം ഓരോന്നോരോന്നായി നമുക്ക് ഇതിനകത്തേക്ക് പെറുക്കി വയ്ക്കാം. ഇനി അതൊന്ന് ദം ചെയ്ത് വെക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് ദമ്മായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെപ്പോലെ ഞാനും ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, ഇഷ്ടമായെങ്കിലൊന്ന് ഷെയർ ചെയ്യണേ. അടിപൊളി ചോറായിട്ടുണ്ട്. താങ്ക് യു സെൽവാൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.